നിലമ്പൂരിൽ നവ്യ ഹരിദാസാണ് എൻ.ഡി.യുടെ താരപ്രചാരക. എവിടെ പോയി നിങ്ങളുടെ എം.പി? എവിടെ പോയി നിങ്ങളുടെ എം.എൽ.എ? ആവേശഭരിതരായ ബി.ജെ.പി പ്രവർത്തകരെ സാക്ഷിയാക്കി ബി.ജെ.പിയിലെ യുവ വനിതാ നേതാവ് നവ്യ ഹരിദാസ് ചോദിക്കുമ്പോൾ സദസ്സിൽ നിന്നും നിറഞ്ഞ കരഘോഷം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി രണ്ടിടങ്ങളിൽ നിന്നായി വിജയിച്ചപ്പോൾ വയനാട് ലോക്സഭാ മണ്ഡലം അനാഥമായ സാഹചര്യത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴാണ് നവ്യ ഹരിദാസ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ ഡിവിഷനിൽ നിന്നും അട്ടിമറി വിജയം നേടിയാണ് നവ്യ തിരഞ്ഞെടുപ്പ് അംഗങ്ങൾക്ക് തുടക്കം കുറിച്ചത്. വയനാട്ടിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി എത്തിയ നവ്യ ഹരിദാസ് പ്രിയങ്ക ഗാന്ധിക്ക് ഒപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് പിന്നീട് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തപ്പെട്ടത്. യു.ഡി.എഫിന്റെ ശക്തി കേന്ദ്രമായിട്ടും നിലമ്പൂർ ഉൾപ്പെടുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞു. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലും എൻ.ഡി.യുടെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ നവ്യ ഹരിദാസ് സജീവ സാന്നിധ്യമാണ്. ഗൃഹസന്ദർശനം, പൊതുയോഗങ്ങൾ, റോഡ് ഷോ തുടങ്ങിയ പരിപാടികൾക്കെല്ലാം അവർ നേതൃത്വം നൽകുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അനുഭവങ്ങളും വ്യക്തിബന്ധങ്ങളും എൻ.ഡി.യുടെ വിജയത്തിനായി ഉപയോഗപ്പെടുത്തുന്നു. പ്രിയങ്ക ഗാന്ധി സ്വത്ത് വിവരം മറച്ചുവെച്ചുവെന്ന് കാണിച്ച് നവ്യ ഹരിദാസ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ നോട്ടീസ് അയച്ചതോടെ അവരുടെ താരമൂല്യം വർദ്ധിക്കുകയായിരുന്നു. കോൺഗ്രസ് ദേശീയ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ ക്രമക്കേട് കോൺഗ്രസിനും യു.ഡി.എഫിനും കനത്ത തിരിച്ചടിയായി മാറി. സ്വത്ത് വിവരം മറച്ചുവെച്ച് പ്രിയങ്ക ഗാന്ധി വോട്ടർമാരിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചെന്നും തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നും നവ്യ ഹരിദാസ് നൽകിയ ഹർജിയിൽ ആവശ്യപ്പെടുന്നു.